പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 37-ാം അധ്യായം 14-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഇയ്യോബേ, ഇത് ശ്രദ്ധിച്ചുകൊള്ളുക, മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചുകൊള്ളുക എന്നുള്ള ഒരു അനുഗ്രഹിത വാക്യമാണ്. മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള അനവധി ഭക്തന്മാരെക്കുറിച്ച് ദൈവവചനത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇത്താഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. തൻ്റെ ജനനശേഷം തൻ്റെ സഹോദരന്മാർ തന്നെ ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നീ പരസ്ത്രീയുടെ മകനാണെന്നും നിന്നെ ഞങ്ങളോട് കൂടെ കൊണ്ടുപോകാൻ സാധ്യമല്ലെന്നും പറയുകയും തനിക്ക് അർഹമായതൊന്നും ലഭ്യമാകാതെ ഭവനത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾക്കുള്ളിൽ ഇത്താഗിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ സഹോദരന്മാരോട്, മറ്റുള്ളവരോട് യാതൊരു തലത്തിലുള്ള പ്രത്യുത്തരങ്ങളും പറയുവാൻ തയ്യാറാകാതെ, മിണ്ടാതെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീട് വിട്ട് താൻ കടന്നു പോകുന്നതായ ഒരു ചിത്രം കൂടി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 4 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനം അമോന്യരുമായുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നപ്പോൾ, യുദ്ധത്തിൽ അമോന്യരെ ജയിക്കുവാനായി കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ മക്കൾ ഇത്താഗിനെ തേടി തൻ്റെ അരികത്ത് വന്ന് അവനോട് പറയുന്ന വാക്കുകളുണ്ട്. യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതിയായിരിക്ക എന്ന് ഇത്താഗിനോട് സഹോദരന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലകളിൽ അപമാനിച്ച് അർഹമായത് കൊടുക്കാതെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ, പ്രത്യുത്തരം പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി മുൻപോട്ട് പോകുന്നതായി ഇത്താഗ് ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി മിണ്ടാതെ ഇരിപ്പാനിടയായിത്തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ഇത്താഗിനു വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാനിടയായിത്തീർന്നു എന്ന് ആ വാക്കുകൾ ഓർപ്പിക്കുകയാണ്. അവർ തമ്മിൽ പറഞ്ഞതായ വാക്കുകളുടെ മുൻപിൽ ഇത്താഗ് കടന്നു പോകുകയും അമ്മോന്യരോട് യുദ്ധം ചെയ്ത് അമ്മോന്യരെ പരാജയപ്പെടുത്തി അവർക്ക് സേനാധിപതിയായി ഇത്താഗ് നിൽക്കുകയും ചെയ്യുന്നത് ആ വാക്യത്തിനുള്ളിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിനകത്ത് നാം പല മണ്ഡലങ്ങളിലും മിണ്ടാതെ മുൻപോട്ട് പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ
അത് കാരണമായി തീരുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് കാത്തിരിക്കാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ പ്രത്യുത്തരം പറഞ്ഞ് ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടാതെ വരികയല്ല, ഞങ്ങൾ മിണ്ടാതെ ഇരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.